സംസ്ഥാനത്ത് പലയിടങ്ങളിലും മഴ തുടരുകയാണ്. കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് അടുത്ത 3 മണിക്കൂറിൽ 5 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഇടത്തരം മഴ ലഭിക്കും. വിവരങ്ങളുമായി വീണ്ടും പ്രശാന്ത് ശങ്കരമംഗലത്ത് ഒപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, അതായത് രാവിലെ വന്നത് ഒരു 6 മണി മുതൽ 9 മണി വരെ റെഡ് അലർട്ട് 6 ജില്ലകൾക്കുണ്ടായി. പാലക്കാട് മുതൽ കാസർഗോഡ് വരെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 5 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടായി മാറുകയാണ്. മറ്റു ജില്ലകളിൽ ഇടത്തരം മഴ പെയ്യും എന്നും പറയുന്നു. അപ്പോൾ ഒരു ആശ്വാസത്തിന്റെ വാർത്തയാണോ അത്? കാരണം മഴ ശമിച്ചു തുടങ്ങുന്നോ? റെഡ് അലർട്ടിൽ നിന്ന് ഓറഞ്ച് അലർട്ടാകുന്നു, മറ്റിടങ്ങളിൽ ഇടത്തരം മഴ പെയ്യും എന്ന് പറയുന്നു. എന്തായാലും പലയിടങ്ങളിലും മഴ ഇങ്ങനെ സംഹാരതാണ്ഡവം ആടുകയാണെങ്കിലും ആശ്വാസമെന്ന് പറയട്ടെ, ആറന്മുളയിലടക്കം മഴ ഒന്ന് കുറഞ്ഞു നിൽക്കുകയാണ്, ആലപ്പുഴയിലടക്കമെങ്കിലും പലയിടങ്ങളിലും വെള്ളക്കെട്ട് അതിരൂക്ഷമായി തന്നെ തുടരുന്നുണ്ട്. ആ വെള്ളക്കെട്ട് എങ്ങനെ ഒഴിപ്പിക്കും എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ നിർണായകമായ ചർച്ചയൊക്കെ പുരോഗമിക്കുന്നത്. കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ നിർദ്ദേശമനുസരിച്ച് അടുത്ത 3 മണിക്കൂറിൽ 5 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോഴും നമ്മൾ കരുതലോടെ തന്നെ ഈ മഴക്കാലത്തെ അതിജീവിക്കാൻ തയ്യാറായിരിക്കണം. കാരണം മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഇടത്തരം മഴ ലഭിക്കുമെന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുമ്പോൾ കഴിഞ്ഞ ദിവസത്തേക്കാൾ മഴ സാഹചര്യം ഒന്ന് മാറി നിൽക്കുകയാണ്. പ്രശാന്തുണ്ട്. പ്രശാന്തേ, ഇപ്പോൾ ഉള്ള കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ നിർദ്ദേശപ്രകാരം എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഏതൊക്കെ ജില്ലകളാണ് പാലിക്കുന്നത്? മഴ കുറയുമെന്ന സൂചനയോ? കൃഷ്ണരാജ്, അശ്വതി, തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള മറ്റ് ജില്ലകൾക്കെല്ലാം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഇതുവരെയുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ജാഗ്രത കൈവിടാൻ പാടില്ല എന്ന മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ മഴയുടെ ശക്തി കുറയാൻ സാധ്യതയുണ്ടെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്ന് തിരുവനന്തപുരവും കൊല്ലവും ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകൾക്കും, പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകൾക്കും ഓറഞ്ച് അലർട്ട് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് അടക്കം മഴ, മലയോര മേഖലകളിലടക്കം മഴ പെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പുണ്ട്. ഡാമുകളിലെല്ലാം ജലനിരപ്പ് ഉയരുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ താമസിക്കുന്നവരും തീരദേശ മേഖലകളിലുള്ളവരുമെല്ലാം ജാഗ്രത കൈവിടാൻ പാടില്ല എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളുണ്ട്. ഉരുൾപൊട്ടൽ സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. നമുക്കറിയാം, നിലവിൽ തന്നെ വെള്ളപ്പൊക്കമുള്ള സ്ഥലങ്ങൾ നിരവധിയാണ്. തുടർന്നും ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം. ജില്ലാ ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പുകളെ അതത് രീതിയിൽ തന്നെ ഗൗരവത്തോടു കൂടി എടുക്കണം എന്നടക്കമുള്ള മുന്നറിയിപ്പാണ് ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം നൽകുന്നത്. എന്തായാലും ഇന്നത്തെ ദിവസവും ശക്തമായ രീതിയിൽ മഴയുണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ മഴയുടെ ശക്തി കുറയാനുള്ള സാധ്യതകളും കാണുന്നുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പിൽ പറയുന്നു. കഴിഞ്ഞ 2 ദിവസമായി ശക്തമായ രീതിയിൽ തന്നെ മഴ തുടരുകയായിരുന്നു. മിക്ക ജില്ലകൾക്കും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. തുടർന്ന് ഓറഞ്ച് അലർട്ടും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. അത് പിന്നീട് പിൻവലിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. മഴയുടെ ശക്തി കുറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റെഡ് അലർട്ട് പിൻവലിച്ചിരിക്കുന്നത്. എങ്കിൽ പോലും അതിശക്ത മഴ മുന്നറിയിപ്പുള്ള ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 11 ജില്ലകൾക്ക് ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ജാഗ്രത കൈവിടാൻ പാടില്ല എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. പ്രത്യേകിച്ച് തീരദേശ മേഖലകളിൽ വലിയ രീതിയിലുള്ള വേലിയേറ്റത്തിന്, അതായത് കരകയറ്റത്തിനൊക്കെ സാധ്യതകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയും ജാഗ്രത പാലിക്കണം. മത്സ്യബന്ധനത്തിനൊക്കെ വിലക്ക് ഏർപ്പെടുത്തുന്ന ഒരു നിലയിലൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും മഴ ഇന്നുകൂടി ശക്തമായി തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ജാഗ്രത കൈവിടാൻ പാടില്ല. പലയിടങ്ങളിലുമൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. കൃഷ്ണരാജ്, അശ്വതി. ശരി.